ആവശ്യപ്രകാരം യുവതിയായ ഭാര്യയുടെ ഓർമ്മയ്ക്കായി അവരുടെ മരണശേഷം അവരുടെ ചിത്രം വരയ്ക്കുകയായിരുന്നു. രാജാവിന് തന്റെ പ്രിയ പത്നിയുടെ ഓർമ്മയിൽ എന്നും വസിക്കാൻ രൂപവൽക്കരിച്ച ചിത്രമാണ് കുരുപ്പം രാജ്ഞി എന്ന ചിത്രം. എന്ന ചിത്രം പ്രിയനെ കാത്തു നിൽക്കുന്ന ഒരു യുവതിയെ ആവിഷ്കരിക്കുന്നു. ഉത്കണ്ഠയും പ്രതീക്ഷയും നിറഞ്ഞ മുഖഭാവത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രവിവർമ്മയുടെ പാശ്ചാത്യ ചിത്രശൈലിയും ഇന്ത്യൻ സൗന്ദര്യബോധവും മനോഹരമായി സംഗമിക്കുന്ന ഈ കൃതി വികാരത്തിന്റെ ആഴവും സ്ത്രീ സൗന്ദര്യത്തിന്റെ ആത്മസൂക്ഷ്മതയും ഒരുപോലെ പകർത്തുന്നു. ചിത്രത്തിലെ താപനിറങ്ങളും പ്രകാശ നിഴൽ വിന്യാസവും അതിന് ദൃശ്യമായ ചാരുത നൽകുന്നു. ദ മൂൺലൈറ്റ് എന്ന രാജാ രവിവർമ്മയുടെ ചിത്രം രാധയുടെ സൗന്ദര്യവും കൃഷ്ണനുമായുള്ള അവളുടെ പ്രണയബന്ധവും കാണിക്കുന്നു. നിലാവിൽ ചന്ദ്രനു കീഴിൽ പുഴയുടെ അരികിൽ ഒരു പാറയിൽ രാധ ഇരിക്കുന്നു. അവളുടെ മുന്നിൽ പൂക്കൾ, ഫലങ്ങൾ, കർപ്പൂരം എന്നിവ അടങ്ങിയ പൂജാപാത്രം ഉണ്ട്. വർമ്മയുടെ ഫലം പിടിച്ചിരിക്കുന്ന യുവതി എന്ന ചിത്രത്തിൽ സ്ത്രീയുടെ കയ്യിൽ അവൾ സൂക്ഷ്മമായി പിടിച്ചിരിക്കുന്ന ഒരു ഫലം കാണാം. അവളുടെ മുഖഭാവം ശാന്തവും ധ്യാനനിരതമായതും നിരപരാധിത്വം, ലാളിത്യം, സൗന്ദര്യം എന്നീ ഗുണങ്ങളാൽ നിറഞ്ഞതുമാണ്. നേരെ നോക്കുന്ന കണ്ണുകൾ വഴി അവൾ കാണുന്നവരുമായി ഒരു ആന്തരിക ബന്ധം സ്ഥാപിക്കുന്നു. ഈ കൃതി ഇന്ത്യൻ വനിതയുടെ നൈസർഗിക സൗന്ദര്യത്തിന്റെയും ആത്മഗൗരവത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. രവിവർമ്മയുടെ രംഭ എന്ന ചിത്രം ഒരു അപ്സരസിന്റെ സൗന്ദര്യത്തെയും ദിവ്യത്വത്തെയും യൂറോപ്യൻ അക്കാദമിക് ശൈലിയിൽ ചിത്രീകരിക്കുന്നു. തന്റെ ചിത്രങ്ങളിലൂടെ പുരാണ കഥാപാത്രങ്ങൾക്ക് ഭാരതീയ ഭാവം നൽകിയ കലാകാരനാണ് രവിവർമ്മ. ഈ ചിത്രത്തിലും രംഭയെ ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു മഹാരാഷ്ട്രക്കാരിയായ സ്ത്രീ ചുവപ്പ് നിറമുള്ള സാരി ധരിച്ച് ഒരു പഴങ്ങളുടെ തട്ട് കയ്യിലേന്തി നിൽക്കുന്നതായി ചിത്രീകരിക്കുന്നു. ഈ ചിത്രം മാതാ മഹാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഈ ചിത്രം രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടികളിൽ ഒന്നാണ്. കൂടാതെ ഇന്ത്യൻ സംസ്കാരത്തെയും കലയെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. അറിയപ്പെടുന്നത് തിരുവിതാംകൂർ സീനിയർ റാണിയായ മഹാറാണി ലക്ഷ്മിബായിയാണ്. രാജകുടുംബത്തിന്റെ മഹത്വവും സ്ത്രീ സൗന്ദര്യവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന രീതിയിൽ രാജാ രവിവർമ്മ അവരുടെ ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രം രാജാ രവിവർമ്മയുടെ യാഥാർത്ഥ്യബോധവും യൂറോപ്യൻ ചിത്രരീതിയുമായുള്ള സംയോജനത്തിന്റെ നല്ല ഉദാഹരണമാണ്. കാളിദാസന്റെ പ്രസിദ്ധമായ അഭിജ്ഞാന ശകുന്തളം എന്ന നാടകത്തിലെ ഒരു രംഗം ചിത്രീകരിക്കുന്നു. ഇതിൽ ശകുന്തള തന്റെ കാമുകനും രാജാവുമായിരുന്ന ദുഷ്യന്തനെ തിരയുന്നതിനിടയിൽ കാലിൽ ദർഭമുന കൊണ്ടതായി നടിച്ച് സുഹൃത്തുക്കളുടെ കുശലത്തിന് മറുപടി പറയുന്നതായി കാണിക്കുന്നു.
വരച്ച പുതുക്കോട്ടയിലെ റാണി എന്ന ഈ ചിത്രം റാണിയുടെ വ്യക്തിത്വത്തിന്റെ കരുത്ത് എടുത്തു കാണിക്കുന്നു. റാണിയുടെ മുഖഭാവം ശക്തവും ആത്മവിശ്വാസമുള്ളതുമാണ്. രാജാ രവിവർമ്മയുടെ യൂറോപ്യൻ അക്കാദമിക് ആർട്ട് ശൈലിയും ഇന്ത്യൻ സൗന്ദര്യബോധവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ചിത്രം. കാദംബരി. രാജാ രവിവർമ്മയുടെ കാദംബരി എന്ന ചിത്രം 1890കളിൽ വരച്ച ഒരു ഓയിൽ ഓൺ ക്യാൻവാസ് കൃതിയാണ്. ഈ കൃതി പലപ്പോഴും മ്യൂസിക് ഹാൾ ശ്യാം എന്ന പേരിലും അറിയപ്പെടുന്നു. യൂറോപ്യൻ യാഥാർത്ഥ്യ ശൈലിയും ഇന്ത്യൻ ആശയവുമെല്ലാം മനോഹരമായി ഇഴചേർക്കുന്ന രവിവർമ്മയുടെ കഴിവ് ഇതിൽ പ്രതിഫലിക്കുന്നു. രവിവർമ്മയുടെ അവസാനകാല കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകൾ കൂടിയായ കാദംബരി ദേവിയിൽ നിന്നാണ് ഈ ചിത്രത്തിന് പ്രചോദനം ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. 1904 രാജാ രവിവർമ്മ വരച്ച പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത എന്ന ചിത്രം ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമീണ യുവതിയെ പാൽക്കുടമേന്തിയ നിലയിൽ ചിത്രീകരിക്കുന്നു. ഈ കൃതി സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തിലെ ലാളിത്യവും ഗ്രാമ്യ സൗന്ദര്യവും അതിസൂക്ഷ്മമായി പകർത്തുന്നു. പരമ്പരാഗത വേഷഭൂഷയിലും ആഭരണങ്ങളിലും അലങ്കരിച്ച യുവതിയുടെ ശാന്തമായ മുഖഭാവം അവളുടെ നൈസർഗിക വിനയത്തെയും ആത്മസൗന്ദര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ദമയന്തി, രജനി നായർ, കുറുപ്പം രാജ്ഞി ഫെമിൻ ജെ, പ്രതീക്ഷ, സുപ്രിയ CV, രാധ നിലാവിൽ അഞ്ജന ഉണ്ണി, ഫലം പിടിച്ചിരിക്കുന്ന യുവതി ആശ ദേവ്, രംഭ അഖില AS, മാദ്രി സ്വപ്ന KC, തിരുവിതാംകൂർ മഹാറാണി അരുണിമ SS, ശകുന്തള അഷിത PS, പുതുക്കോട്ടയിലെ റാണി അഖില യശോധരൻ, കാദംബരി അനുലക്ഷ്മി, പാൽക്കുടമേന്തിയ വനിത അനുശ്രീ. ശബ്ദം നൽകിയത് സ്വപ്ന KC.